ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അമ്മത്തൊട്ടിൽ എന്ന് പറയുന്നൊരു വളരെ മനോഹരമായൊരു കവിതയാണ്. ഇതെന്ന് പറയുമ്പോൾ വാർദ്ധക്യകാലത്തെ കുറിച്ചുള്ളൊരു കവിതയാണ്. വളരെ മനോഹരമായൊരു കവിതയാണിത്. ഞാൻ നിങ്ങൾക്ക് വളരെ മനോഹരമായ രീതിയിൽ ഇത് പറഞ്ഞുതരാം. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങൾക്ക് ഈ പാഠം മൊത്തം മനസ്സിലാക്കിയിട്ടാണ് നമ്മളിവിടുന്ന് പോവുകയുള്ളൂ. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. പിൻസീറ്റിലെത്രയ്ക്കു നേരെ ഇരുത്തിയിട്ടും ഓരം ചെരിഞ്ഞു മടങ്ങിയിരുന്നമ്മ, നീരറ്റുവറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. എങ്ങോട്ട് പോകുന്നുവെന്ന് ചോദിച്ചില്ല, എന്തിനൊന്നും. പക്ഷേ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പിട്ടടച്ചു തുറന്നവർ. അപ്പോൾ ഈ സ്റ്റാൻസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പിൻസീറ്റിൽ എത്രയ്ക്ക് നേരെ ഇരുത്താൻ മകൾ ശ്രമിച്ചിട്ടും അമ്മയാണെങ്കിൽ ചെരിഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത്. എത്ര നേരെ ഇരുത്താൻ അമ്മേനെ ശ്രമിച്ചിട്ടും അമ്മയ്ക്ക് നേരെ ഇരിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ നീരറ്റു വറ്റി വരേണ്ട കൈച്ചുള്ളികൾ, അമ്മമാരുടെ വയസ്സായവരുടെ കൈകൾ എന്ന് പറയുമ്പോൾ വറ്റി വരണ്ട ഉണങ്ങിയതായിരിക്കും. അത് മാറോട് ചേർത്ത് വെച്ചിട്ടുണ്ട്, മടി തട്ടിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട്. എങ്ങോട്ട് പോകുന്നതെന്ന് അമ്മ മകനോട് ചോദിച്ചില്ല, എന്തിനാണ് പോകുന്നതെന്നും ചോദിച്ചില്ല. പക്ഷെ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ട് അടച്ചു തുറന്നവർ. പക്ഷെ കണ്ണുകളുണ്ടല്ലോ, അമ്മയുടെ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായിട്ട്, ഇത് എക്സാമിന് ചോദിക്കാവുന്ന ഒരു കണ്ടൻ്റാണ്. പിഞ്ഞാണവർണ്ണം, മങ്ങിപ്പഴകിയ കണ്ണുകളെ എന്തിനേക്കാണ് ഇവർ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഉമ്മച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാവുന്നതാണ്. പാടയും പിളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ട് അടച്ചു തുറന്നവർ. അമ്മ കഷ്ടപ്പെട്ടാണ് അവരുടെ കണ്ണുകൾ തുറക്കുന്നതും അടയ്ക്കുന്നതും. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അത്ര കഷ്ടപ്പെട്ടാണ് മകനെ അമ്മ വളർത്തിയതെന്നാണ് പറയുന്നത്. അപ്പം അടുത്ത സ്റ്റാൻസിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ വിജനമായി തെരുവ് വീഥികൾ, ആകാശഗോപുരങ്ങൾക്ക് താഴത്തവ നാളേക്കു വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന ഈ വിജനമായ തെരുവ് വീഥികളുണ്ടല്ലോ, അത് നാളേക്ക് വേണ്ടി, ആകാശഗോപുരങ്ങൾക്ക് താഴെ നിൽക്കുന്ന ആ തെരുവ് വീഥികൾ നാളേക്ക് വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ആകാശഗോപുരങ്ങൾക്ക് താഴെ ആരാണ് നാളേക്ക് വേണ്ടി ഉറങ്ങാൻ കിടക്കുന്നത്, അല്ലെങ്കിൽ തെരുവ് വീഥികൾക്ക് മേളിൽ ആരാ, അങ്ങനെയൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പം ഈ അമ്മമാരെയാണ് ഉദ്ദേശിച്ച് പറയുന്നത്. ഇപ്പോൾ വീട്ടിലുള്ള അമ്മമാരൊക്കെ ഭാവിയിൽ ഈ വിജനമായി തെരുവ് വീഥികളിലായിരിക്കുമെന്നാണ് കവി പറയുന്നത്. ഈ പെരുമാളിൻ്റെ തൊട്ടടുത്തായിട്ട് ഇറക്കിയാലെന്ന് ഓർത്തു, പെറ്റുകിടക്കും തെരുവ് പട്ടിക്ക് എന്താരൂറ്റം, കുരച്ചത് ചാടി കുതിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ മകനാണെങ്കിൽ അമ്മയെ ആ മാളിൻ്റെ അടുക്കൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാമെന്ന് ഓർത്തു. അങ്ങനെ ഓർത്ത് പോയപ്പം ആ തെരുവ് പട്ടി കുരച്ച് അമ്മയുടെ മേത്തേക്ക് മകൻ്റെ മുന്നിലേക്ക് കുരച്ച് ചാടി. അപ്പോൾ ഇവിടെ ആ നായയുടെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ നായ സ്വന്തം കുട്ടിയെ സംരക്ഷിക്കാൻ കാണിക്കുന്ന ശ്രദ്ധ പോലും സ്വന്തം അമ്മമാരെ ശ്രദ്ധിക്കാൻ കാണിക്കുന്നില്ല. അതാണ് ഈ സ്റ്റാൻസിയിൽ പറയുന്ന ഒരു മെസ്സേജ്. ജില്ലാ ആശുപത്രിക്കരികിൽ ഒരേയൊരു രാക്കട മാത്രം, ഉറക്കച്ചടവുമായി 2-3 നാളുകളെങ്കിലും പിന്നിലുണ്ട് ഒഴിവു കനത്തൊരു ഇരുളിടം. അപ്പോൾ ഇവിടെ പറയുന്ന ജില്ലാ ആശുപത്രിക്കരികിലെ ഒരേയൊരു രാക്കട മാത്രം, ഒരു രാക്കട മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഉപേക്ഷിക്കാന്ന് ഓർത്ത് ഇയാൾ പോവുക, ആ ജില്ലാ ആശുപത്രിക്ക് അരികിൽ ഉപേക്ഷിക്കാന്ന് ഓർത്ത് പോവുക. അപ്പോൾ അവിടെ ഒരേ ഒരു രാക്കട മാത്രം, രാക്കട എന്ന് പറഞ്ഞാൽ രാത്രിയിൽ പ്രവർത്തിക്കുന്ന കട. ഉറക്കച്ചടവുമായി, ഉറക്കത്തോടെ 2-3 ആളുകൾ ഉണ്ടെങ്കിലും പിന്നിലുണ്ട്, 2-3 ആൾക്കാർ അവിടെ ഉണ്ടെങ്കിലും പിന്നിൽ എന്തുണ്ട്, ഒഴിവ് കനത്തൊരു ഇരുളിടം. അവിടെ ഒരു ഇരുളിടമുണ്ട്, ഇരുട്ട് നിറഞ്ഞ ഒരു ഇടമുണ്ട്. അവിടെ കൊണ്ടുപോയി അമ്മയെ ഉപേക്ഷിക്കാമെന്നാണ് മകൻ പറയുന്നത്. അപ്പം വീണ്ടും ഒരു മെസ്സേജ് പുള്ളിയുടെ തലയിലേക്ക് വരിക. പക്ഷെ പടികളിൽ എന്തോ തടഞ്ഞുപോയി. എന്താ തടഞ്ഞുപോയി? പണ്ട് പനിച്ചതും അമ്മ എടുത്തുകൊണ്ട് പടിയോരൊന്ന് കയറി കിതച്ചതും അന്നത്തെ ആ സൂചിപ്രയോഗമില്ലേ, അതിൻ്റെ നീറ്റൽ പോലൊന്ന് മനസ്സിലൂടെ അപ്പോൾ കടന്നുപോയി. അപ്പം മകൻക്ക് പണ്ട് പനിച്ചതും അമ്മ മകനെ പടികൾ കയറി കിതച്ച് മടുത്തു പോയി സൂചിപ്രയോഗം മകനിൽ പ്രയോഗിച്ചതും അതൊക്കെയാണ് മകൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പോകുന്നത്. അപ്പം മകൻക്ക് അവിടെയും അമ്മയെ ഉപേക്ഷിക്കാൻ കഴിയാതെ വീണ്ടും അടുത്തടുത്തേക്ക് പോവുക.
പിന്നെയും മുന്നോട്ട് വെട്ടമില്ലാളില്ല കുട്ടിയേകാന്തത കണ്ണുപൊത്തി കളിക്കുന്ന വിദ്യാലയമുറ്റുണ്ടിന്നിനി പൊട്ടിക്കരഞ്ഞും ശഠിച്ചും കുതറിയുമെത്തിയതും ഉച്ചയോവാളം അമ്മയാ ചുറ്റുമതിലിൻ പുറത്തുന്നു നിന്നതും ചങ്കിൽ കരച്ചിൽ കുരുങ്ങിപ്പിടഞ്ഞതും പിച്ചിയതാര് കരിഞ്ഞൊരി കൈകളോ പെട്ടെന്നു വാഹനം മുന്നോട്ട് പോകയായി. അപ്പോൾ അവിടെയും അമ്മയെ വിടാൻ പോകുന്നില്ല. ഈ സ്റ്റാൻസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെയും മുന്നോട്ട് പോവുക, വെട്ടമില്ല, ആളുമില്ല, കുട്ടി ഏകാന്തത, കുഞ്ഞുങ്ങളുടെ ഏകാന്തത, കണ്ണുപൊത്തിക്കളി, അങ്ങനെയൊക്കെ കണ്ണുപൊത്തിക്കളിയുള്ള വിദ്യാലയം മുറ്റമുണ്ടിന്നിനി. ആ വിദ്യാലയം മുറ്റമുണ്ട്. പൊട്ടിക്കരഞ്ഞും കരഞ്ഞും ശഠിച്ചും കുതറിയും അങ്ങനെയൊക്കെ കരഞ്ഞൊക്കെ എത്തിയത് വിദ്യാലയത്തിലെത്തിയത് അമ്മ കൊണ്ടുവന്നത്, മകനെ കൊണ്ടുവന്നത് വിദ്യാലയത്തിൽ. അമ്മയാണെങ്കിൽ ഉച്ചയാവുന്നത് വരെ അമ്മ മകനക്ക് വേണ്ടി മതിലിനപ്പുറത്ത് കാത്തു നിന്നതും സങ്കടപ്പെട്ടതും അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. പിന്നെയും അമ്മയെ ഉപേക്ഷിക്കാനാവാതെ മകൻ മുന്നോട്ട് പോവുകയാണ്. എങ്ങിനെ കൊണ്ടിറക്കേണ്ടു സ്വയം ബുദ്ധി കെട്ടു കരിന്തിരിയാളും വരെ അവർ ഒന്നെന്നെ കൊണ്ടുപോയിടണമെന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ ആരാണ് മുന്നിൽ പുറത്തേക്കശാന്തന ഈശ്വരൻ കാറ്റൊന്നു കൊള്ളാനിറങ്ങിയോ. അപ്പോൾ ഈ സ്റ്റാൻസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ കൊണ്ടിറക്കുന്നുണ്ട്, എവിടെ ഞാൻ കൊണ്ടുപോയി ഇറക്കും ഈ അമ്മയെ, സ്വയം ബുദ്ധി സ്വയം കെട്ടു, അവിടെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി മടുത്തു. കരിന്തിരിയാളും വരെ അവർ, വയസ്സാകുന്നവരെ അമ്മ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നെ ആ ക്ഷേത്രത്തിലൊന്ന് കൊണ്ടുപോ, എന്നെ ഒന്ന് ആ ക്ഷേത്രത്തിൽ കൊണ്ടുപോ. പിന്നെ പുള്ളി പറയുകയാണ്, ഇതാരെ ഈശ്വരൻ കാറ്റ് കൊള്ളാൻ ഇറങ്ങിയേക്കുവാണോ. പുള്ളി അവിടെ ഇറങ്ങിയപ്പോൾ ഒരു രൂപം കണ്ടു, അതാണ് ഇവിടെ പറയുന്നത്. ഏറെ തണുക്കുന്നു ചില്ലുയർത്തിയിടുമ്പോൾ ഓർത്തു കരിമ്പടം അമ്മ വയറ്റതു പറ്റിക്കിടക്കുന്ന ചൂട് മുഷിവുമായി കാച്ചെണ്ണ ചേരുന്ന ഗന്ധം പുലർച്ചയിൽ ഓലക്കൊടികൾ പുകയുന്നതിൻ മണം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ വയറ്റത്ത് കിടക്കുന്ന ആ സുഖം, ആ ചൂട്, ആ മുഷിപ്പ്, കരിമ്പടം പുറപ്പോയി കിടക്കുന്ന പോലത്തെ സുഖം, ആ കാച്ചെണ്ണയുടെ ഗന്ധം, പുലർച്ചയിൽ ഓലക്കൊടികൾ പുകയുന്നതിന് മണം, ആ ഓലക്കൊടികളുടെ ആ മണം, അതൊക്കെയാണ് അദ്ദേഹത്തിന് മനസ്സിൽ വരുന്നത്. കൊള്ളരുതാത്തവൻ എന്നവൾ ഇന്നും പഴി പറഞ്ഞേക്കും മടങ്ങാതെ വയ്യ തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന ഭാര്യേനെക്കുറിച്ച്, ആ മകൻ്റെ ഭാര്യേനെക്കുറിച്ച്, അമ്മയെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇവിടെ ഉപേക്ഷിക്കുന്നൊക്കെ പറയും. എന്നും ഇങ്ങനെ പറഞ്ഞ് മകൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശല്യപ്പെടുത്തു എന്നാണ് ഇപ്പം മകൻ പറയുന്നത്. തലയ്ക്കകത്ത് എന്തോ പെരുക്കുന്നു അദ്ദേഹത്തിൻ്റെ. മെല്ലെ തിരിഞ്ഞൊന്ന് നോക്കി, പിറകിലെ സീറ്റിലുണ്ടമ്മ വലത്തോട്ട് പൂർണ്ണമായി ചാഞ്ഞ് മയങ്ങിക്കിടക്കുന്നു. പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകൾ എന്തേ അടയ്ക്കാതെ വെച്ചമ്മ നിർദ്ദയം. അപ്പം അമ്മയുടെ മരണം സംഭവിച്ചിരിക്കുകയാണ്. അപ്പം പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താ കണ്ടേ, അമ്മ പൂർണ്ണമായി വലത്തോട്ട് ചെരിഞ്ഞ് കിടക്കുന്നതും മയങ്ങിക്കിടക്കുന്നു. പിന്നെ ആ കണ്ണുകൾ തുറന്നു വെച്ചിരിക്കുക, എപ്പോഴും അടഞ്ഞു കിടക്കുന്ന കണ്ണുകൾ തുറന്നു വെച്ചിരിക്കുക. അമ്മയുടെ മരണം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി മകനക്ക് സുഖമായിട്ട് പോകാം, ഇനി ഒരു പേടിയും വേണ്ട, അമ്മ തന്നെ ശല്യപ്പെടുത്തണ്ടെന്ന് ഓർത്ത് ഭൂമിയിൽ നിന്ന് പോയിരിക്കുകയാണ്. റഫീഖ് അഹമ്മദിൻ്റെ ഒരു കവിതയാണ്, വളരെ ഭംഗിയുള്ളൊരു കവിതയാണ്. നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.